അപ്പോൾ എല്ലാവർക്കും കൂടെ നമസ്കാരം. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് ബാംബു സ്റ്റിക്ക് മുളവടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കണേ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് തന്നെ ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് ചെയ്തതിന്റെ കൂടെ തന്നെ ഇനി അങ്ങനെയുള്ള വീഡിയോ കൂടെ വേണമെന്നുള്ള കൂടെ കമന്റിൽ ചെയ്താൽ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ വയ്ക്കുക. നോട്ടിഫിക്കേഷൻ മൊബൈലിൽ തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അതെ, വലത്തെ കൈ കൊണ്ട് ഉരുട്ടി ഇടത്തെ കൈ കൊണ്ട് എടുത്ത് വീണ്ടും അത് ഈ തുറന്നു നോക്കാൻ പേപ്പർ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. നമ്മൾ പറഞ്ഞല്ലോ നമ്മളിന്ന് ബാംബു സ്റ്റിക്കറ്റ് ഉണ്ടാക്കാൻ പോണത് ആ ഒരു ഡിസൈനാണ്. ഈ ഡിസൈൻ വരച്ചുണ്ടാക്കേണ്ട ആൾക്കാർക്ക് വരച്ചുണ്ടാക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നമുക്ക് വരച്ചുണ്ടാക്കാൻ പറ്റൂട്ടാ. നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് A3 പ്രിൻ്റ് എടുത്ത് പ്രിൻ്റ് എടുത്തപ്പോൾ കുറച്ച് ചെറുതായി തോന്നി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പകുതിയായിട്ട് ആ ഒരേ ഇമേജ് 2 കഷ്ണങ്ങളായിട്ട് A3 എടുത്ത് അപ്പോൾ നമുക്കത് വലിയ ഇമേജായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൂത്രം ചെയ്തത്. അതായത് നമുക്ക് വളരെ ചിലവ് കുറവിൽ ഒരു 10-15 രൂപക്ക് ഇതേപോലെ പ്രിൻ്റ് കിട്ടും. അതിന് വേണ്ടി മാത്രമാണ്. ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ചിത്രം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അങ്ങനെ 2 പേപ്പർ ആയതുകൊണ്ട് രണ്ടും നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ കൊണ്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യം ഇതേപോലുള്ള ബാംബു സ്റ്റിക്കാണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഓൺലൈനിൽ കൂടെ കിട്ടും. അത് പല ഡയമെൻഷനിൽ, അതായത് ഡയമീറ്റർ, അതായത് കനത്തിലും ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്തെടുത്തത് നമ്മുടെ സ്ഥിരം പോരാളി, മുൻപ് നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാർക്കെല്ലാം അറിയാം. നമ്മുടെ ഭയങ്കരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും ഉപയോഗിച്ചിരുന്ന ഒരാളാണ് ഫെവിക്കോൾ. ആ ഫെവിക്കോൾ വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങ് ഒട്ടിക്കലാട്ടോ അങ്ങനെയുള്ള പരിപാടി. വേറെ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. പക്ഷേ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളെടുത്ത ബാംബു സ്റ്റിക്ക്, അതായത് മുളവടി, ആവശ്യത്തിൻ്റെ പുറത്ത് കുറച്ച് കനം കൂടിയതാണ് വാങ്ങിയത്. ഇത്ര കനം കൂടിയത് വാങ്ങുമ്പോൾ അത് കട്ട് ചെയ്യാനും കുറച്ച് പാടായിരിക്കും. അപ്പോൾ കനം കുറഞ്ഞത് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ പ്ലെയർ കൊണ്ടോ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ, കൈയൊന്നും മുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ പോകാമെന്നുള്ളതേ നമുക്ക് ഇനി അടുത്തതുള്ളൂ. ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോകുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നല്ല വൃത്തിയിലൊട്ടിക്കണം. എന്നാൽ മാത്രമേ നമ്മളുണ്ടാക്കുന്ന ഈ ഒരു വാൾ ഡെക്കർ അത്ര ഭംഗിയിലുണ്ടാവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഈ മുളക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബാംബു സ്റ്റിക്ക് ചേർത്തി, അതായത് ഒന്ന് മറ്റൊന്നിനെ ബന്ധപ്പെട്ടുകൊണ്ട് വേണം നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ അതിങ്ങനെ ചേർത്ത് വെക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബാംബു സ്റ്റിക്ക് ചെരിച്ചിട്ടും വളച്ചിട്ടൊക്കെ കെട്ടേണ്ടി വരും. നമുക്ക് വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ ഇതെങ്ങനെ വെച്ചാലാണ് ഇവിടെ കറക്റ്റായിട്ട് ഉണ്ടാവാൻ, ഗ്യാപ്പില്ലാതെ വരാമെന്ന്. അത്തരത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തിങ്ങനെ ഒട്ടിക്കാൻ. അപ്പോൾ നല്ല വൃത്തിയിലിങ്ങനെ ഒട്ടിച്ചെടുക്കുക. എങ്ങാനും ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നാണ് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഫെവിക്കോളിന് പകരം അവിടെ നമുക്ക് സൂപ്പർ ഗ്ലൂ മോഡൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫെവിക്വിക്ക്, അങ്ങനെയുള്ള ക്വിക്കായിട്ട് ഒട്ടണ നല്ല ഹാർഡായിട്ട് ഒട്ടണ ഗമ്മ് കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ഈ ഒരു ബാംബു സ്റ്റിക്കും ഈ ഒരു ഫോട്ടോയും ഒരു കട്ടറും ഒരു ഫെവിക്കോളും മാത്രം മതിയെങ്കിൽ കൂടെ അതിൻ്റെ കൂടെ കുറച്ച് ക്ഷമ കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വാൾ ഡെക്കർ അടിപൊളിയായി കിട്ടും. ഈ ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ പതുക്കെ അത് കട്ട് ചെയ്താൽ മതി. അതായത് ഒന്നിനോട് നല്ല ക്ലോസ് ആയിട്ട് ഒട്ടിച്ചേർന്നിരിക്കണം ആ ഒരു തരത്തിൽ കട്ട് ചെയ്തെടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ നല്ല വൃത്തിക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും, അതായത് ബ്ലാക്ക് കളറിൽ ബാക്ക്ഗ്രൗണ്ട് കാണാത്ത തരത്തിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിക്കുമ്പോഴേ വലിയ കഷ്ണങ്ങളുണ്ടാവുമല്ലോ, ആ ഭാഗങ്ങൾ ഒട്ടിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷേ വളരെ കുഞ്ഞത് ഒട്ടിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്തേക്കാം. അപ്പോൾ നമ്മൾ ആ സമയമൊക്കെ കണക്കാക്കി പതുക്കെ അത് കട്ട് ചെയ്ത് അതിന് കറക്റ്റ് മാച്ച് ആവുന്ന തരത്തിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മളെ ഈ ഒരു ഡെക്കർ നല്ല അടിപൊളിയായിട്ടുണ്ടാവുള്ളൂ, നല്ല ഫിനിഷിങ് ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം. അതാണ് നമ്മൾ പറഞ്ഞാൽ കുറച്ച് ക്ഷമം കൂടെ വേണമെന്ന്. അങ്ങനെ കുറച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ മാറ്റി ഒട്ടിക്കാട്ടോ. അത് ഇതേപോലെ തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷേ മാക്സിമം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാനിൻ്റെ തല പോലൊക്കെ തോന്നണമെങ്കിൽ അതിൻ്റെ സിമ്മെട്രിക്കലായിരിക്കണം. ഇടത് ഭാഗം വലതു ഭാഗം ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ കാണാൻ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും. നമ്മൾ തൊട്ടിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയാക്കാം ആടിൻ്റെ ലുക്കൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല, അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേപ്പർ ഉണ്ടല്ലോ, പേപ്പർ നമ്മൾ പയ്യെ അങ്ങ് അടർത്തി കളയണം. പേപ്പറിൽ നമ്മൾ ഈ ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റെഫറൻസിനാണ്. അങ്ങനെ പേപ്പറെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ണ് വെച്ചത് ഐസ്ക്രീം സ്റ്റിക്ക് ചെയ്തിട്ട് അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം, കളർ അടിച്ചെടുക്കണം. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 25 രൂപയുടെ KMLൻ്റെ അക്രിലിക്കാണ്. 25 രൂപയുടെ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ഉണ്ടാവും കേട്ടോ. അതിൽ കുറച്ച് ശകലം മാത്രം നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. അത് ഇതേപോലെ പയ്യെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമയോടുകൂടി പയ്യെ ഇതിൽ മൊത്തമായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചെടുക്കണം.
ബ്ലാക്ക് കളർ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മുടെ വാളിൽ വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വാളിന് മാച്ച് ആകുന്ന ഒരു കളർ അടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം. അപ്പോൾ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഈ ഒരു പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാതിരിക്കാൻ കൂടെ ഈ പെയിൻറ്റ് അടിക്കുന്നത് കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവും. അത് നമ്മൾ പയ്യെ നമ്മുടെ ഈ ഒരു അക്രിലിക് പെയിൻറ്റ് മൊത്തമായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക കേട്ടോ. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും, കാണാൻ ഭയങ്കര ഭംഗിയുണ്ടാവും. നമ്മൾ റെഫറൻസ് എടുത്ത അതേ ഫോട്ടോയുടെ അതേപോലെ തന്നെ ഉണ്ടാവും, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ പിന്നെയും പറയുന്നത്, നമ്മൾ ഫെവിക്കോളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടും കൂടെ ഏതെങ്കിലും ഒട്ടാതെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിട്ട് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഫെവിക്വിക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ക്വിക്കായിട്ട് ഒട്ടുന്ന ഏതെങ്കിലും ഒരു ഗം ഉപയോഗിച്ച് അങ്ങ് ഒട്ടിച്ചാൽ മതി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും, വളരെ അടിപൊളിയാണ്. അതെ, കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് ചെയ്യണം. മാത്രമല്ല ഇനി അങ്ങനെയുള്ള വീഡിയോ കൂടെ ചെയ്യണം എന്നുള്ള കൂടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലുള്ള വീഡിയോ കൂടെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വയ്ക്കുക, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ഞായറാഴ്ച കാണാം. എല്ലാവർക്കും ബൈ.